അയത്തുള്ള ഖമേനി ഇറാനിൽ ഭരണമേറ്റെടുത്ത ശേഷം, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പിന്നീട് ഇറാനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, നല്ലതും ചീത്തയുമായിട്ടുള്ള മാറ്റങ്ങൾ? ഇല്ല, ഇതിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ആയത്തുള്ള ഖൊമേനി ചെയ്യുന്നത്. നമുക്കറിയാം, ആയത്തുള്ള ഖൊമേനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ഖൊമേനി എന്ന് പറയുന്നത് സൈൻ ഓഫ് ഗോഡ് എന്നുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അടയാളം, സൈൻ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അതായത് ഇതിൽ പറയുന്നത് ഇമാമമാരോട് ബന്ധപ്പെട്ടാണ് ഷിയായിസം മുന്നോട്ട് പോകുന്നത്. പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന സുന്നി വിശ്വാസമുണ്ട്. അപ്പോൾ പ്രവാചകനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇമാം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഈ ഷിയാ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സുന്നികളെ സംബന്ധിച്ച് ഇമാം എന്ന് പറയുന്ന പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇമാം വരുന്നത്, പള്ളിയോട് ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ ഷിയായിസത്തിലേക്ക് വരുമ്പോൾ ഇമാം അതല്ല. ഇമാം എന്ന് പറയുന്നത് ദൈവികമായ കാഴ്ചപ്പാടുകളുള്ള, ദൈവികമായ കുറേ കഴിവുകളുള്ള ഒരാളാണ് ഇമാം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് മരുമകനായിട്ടുള്ള അലിക്ക് കുറേ കാര്യങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടെന്നും ആ പകർന്നു കൊടുത്ത അറിവുകൾ അലിയിലൂടെ ആ ഒരു തലമുറയിലൂടെ കൈമാറി ഈ ഇമാമുകളിലൂടെ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഷിയാ വിഭാഗത്തിൽ ബന്ധപ്പെട്ട് വരുന്ന പണ്ഡിത സമൂഹത്തിലെ ഏറ്റവും ശ്രേണിയിൽ നിൽക്കുന്ന ഒരാളാണ് ആയത്തുള്ള എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവബോധമുള്ള ഒരാളാണ് ഈ ഖൊമേനി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ മതത്തോട് അതവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ തന്നെയും ആ ഭരണകൂടത്തിൻ്റെ അപ്പലോസ്റ്റൻ എന്ന് പറയുന്നത് മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മതത്തിൻ്റെ അപ്പലോസ്റ്റനായിട്ടുള്ള ഖൊമേനിയാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഖൊമേനി, ആയത്തുള്ള ഖൊമേനി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കുറേ പ്രവൃത്തികളുണ്ട്. ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ആശയങ്ങളെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തോട് ശ്രമിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകളോട് ബന്ധപ്പെട്ട് വരെ നേരത്തെ സൂചിപ്പിച്ചു, ആ ഒരു ചാദോർ എന്ന് പറയുന്ന ഒരു വസ്ത്രധാരണ രീതി. ആ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹിജാബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്ന ഒരു വസ്ത്രധാരണ രീതിയോട് ബന്ധപ്പെട്ട് വരുന്ന ചാദോർ ധരിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു നിയമം പറയുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടില്ലെങ്കിൽ 1 മാസം മുതൽ 12 മാസം വരെയുള്ള ജയിൽവാസം പോലും അനുഭവിക്കേണ്ട ഒരു നിയമമാണ് ഈ ഖൊമേനി മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നു. മാത്രമല്ല, ഈ റെവല്യൂഷൻ ഗാർഡുകളുണ്ട് ഖൊമേനിയോട് ബന്ധപ്പെട്ട് വരുന്ന. ആ റെവല്യൂഷൻ ഗാർഡുമാർ ഈ പറയുന്ന പട്ടണം മുഴുവൻ അരിച്ചു പൊറുക്കുകയാണ് സ്ത്രീകളെ. കാരണം ലിഫ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ ലിഫ്റ്റിക് ഇടുന്ന പെൺകുട്ടികളുടെ ചുണ്ടുകൾ റേസർ ഉപയോഗിച്ച് ചുരണ്ടി മാറ്റുന്ന ഒരു പ്രവണത ഈ ഖൊമേനിയോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണകൂടം നിലനിർത്തിയിരുന്നു. മാത്രമല്ല, വിവാഹത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു പുതിയ നിയമം കൊണ്ടുവരികയെന്നതാണ്. വിവാഹത്തോട് ബന്ധപ്പെട്ട് പറയുന്നത് എന്തായിരുന്നു, 18 നിന്നുണ്ടാകുന്ന ഒരു പ്രായം കുറച്ച് 13 എത്തുന്നു. അതുപോലെ തന്നെ 9 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും വിവാഹം ചെയ്യാം. മാത്രമല്ല, 7 വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹം ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 7 വയസ്സുള്ള ഒരു പെൺകുട്ടി ശാരീരികമായി മെച്യൂർ ആണെങ്കിൽ ആ മെച്യൂരിറ്റി രേഖപ്പെടുത്തുന്ന ഡോക്ടറിൻ്റെ സാക്ഷ്യപ്പെടുത്തലുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വിവാഹം ചെയ്യുന്നുള്ളൊരു നിയമം ഖൊമേനി മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ 9 വയസ്സുള്ള ശാരീരിക ക്ഷമതയുള്ള ഏതൊരു പെൺകുട്ടിക്കും ഇസ്ലാമിൽ വിവാഹം ചെയ്യുന്ന നിയമം മുന്നോട്ട് വെക്കുമ്പോൾ ബാലവിവാഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്ലാം മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മതത്തിൻ്റെ അപ്പലോസനായിട്ടുള്ള ഖൊമേനി അവിടെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഖൊമേനി ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭരണമേറ്റെടുത്ത് 6 മാസം കഴിയുമ്പോൾ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന റേഡിയോയിൽ അദ്ദേഹം ഒരു നിയമം മുന്നോട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ അകത്ത് സന്തോഷത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന സന്തോഷത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതെന്തൊക്കെ തന്നെ, അത് ചിലപ്പോൾ ഹാസ്യമാകാം, ഒന്നും തന്നെ സ്ഥാനമില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ജോയ് അല്ലെങ്കിൽ സന്തോഷം, ആനന്ദം എന്ന് പറയുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് നിഷിദ്ധമാണെന്നൊരു കാഴ്ചപ്പാടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വക്താവായിരുന്നു ആയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ഇറാന്റെ അപ്പലോസനായിട്ടുള്ള ഈ മതനേതാവ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആയത്തുള്ള ഖൊമേനി എന്ന് പറയുന്ന ഒരു വക്താവ് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ സേനാ വിഭാഗത്തിൻ്റെ, അതിൻ്റെ ജുഡീഷ്യറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു ഇറാനെ ആധുനിക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഖൊമേനി എന്ന് പറയുന്ന ഈ ആയത്തുള്ള ഖൊമേനിമാരുടെ പരമ്പരയോട് ബന്ധപ്പെട്ട് വരുന്ന ഇന്നിപ്പോൾ നിലനിൽക്കുന്ന 3ാമത്തെ ഖൊമേനിയാണ്. അതായത് ഇതിന് തൊട്ടു കാലഘട്ടം നമുക്കറിയാം, കൊല്ലപ്പെട്ട അമേരിക്കയിലുണ്ടാകുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഖൊമേനി, ആ അലി ഖൊമേനിയുടെ പുത്രനായിട്ടുള്ള അടുത്ത ഖൊമേനിയുടെ സ്ഥാനത്തേക്കിട്ടുള്ള
മുജ്താബ എന്ന് പറയുന്ന അദ്ദേഹം എത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം 3 ഖൊമേനിമാരാണ്, അല്ലെങ്കിൽ ആയത്തുള്ള എന്ന് പറയുന്ന ഒരു പേരിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ശ്രേഷ്ഠ പദവിയാണ് മതത്തോട് ബന്ധപ്പെട്ട്. ആ പദവി അലങ്കരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഇറാൻ്റെ അപ്പലോസനായിട്ട് നിൽക്കുന്ന 3 ആയത്തുള്ളമാരാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതപണ്ഡിതന്മാരാണ് ഈ ഇറാനിൽ നിലനിൽക്കുന്നത്. അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ ഈ ഇറാൻ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലേക്കും നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ചില ചരിത്ര വസ്തുതകളുണ്ട്. ആ ചരിത്ര വസ്തുക്കളോട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 1979 ഉണ്ടാകുന്ന റവല്യൂഷനോട് ബന്ധപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ റവല്യൂഷനോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിൽ അമേരിക്ക ഉണ്ടായിട്ടുണ്ട്. ആ അമേരിക്കയുടെ ചെയ്തികൾ എല്ലാ കാലഘട്ടത്തിലും ഒരു തിക്താനുഭവമായിട്ട് ഇറാൻ്റെ മുന്നിൽ ഉണ്ടാകും. അതുകൊണ്ട് അമേരിക്കയോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെയ്തികളെയും ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഖൊമേനിയോ അല്ലെങ്കിൽ ആ ഖൊമേനിയോട് ബന്ധപ്പെട്ടവരും ഭരണകൂടം ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ പോലും വരും തലമുറയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏതൊരു ഭരണാധികാരിയും അല്ലെങ്കിൽ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവ് അമേരിക്കയുമായിട്ടുള്ള ശത്രുത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഈ ഇറാനെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ.